ഒരു കാര്യം ചെയ്യാം, ഇതിനൊക്കെ എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ? അത് പിന്നെ എനിക്ക് കഴിഞ്ഞ തവണ ചേച്ചി വന്നപ്പോ 3-4 സാരി കൊണ്ടു തന്നില്ലേ, അതിപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. അതിലെ 2 സാരി എടുത്ത് ആദിത്യക്കും അഞ്ജുവിനും ഞാൻ പാവാട തയ്ക്കാം. എനിക്കത് മതി. എനിക്കും അത് മതി അമ്മേ. അമ്മൂന് വേണ്ടിയാണെങ്കിൽ ഒരു വലിയ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു ഗൗണോ തയ്പ്പിക്കാം. എനിക്ക് ഡബിൾ ഓക്കെ. അതാവുമ്പോ പുതിയ ഡ്രസ്സും കിട്ടും, കടവും വാങ്ങിക്കണ്ടല്ലോ. അത് പ്രമി. അയ്യോ, ഡ്രസ് ഇടേണ്ടവരത് സമ്മതിച്ചല്ലോ, ഇനി എന്താ പ്രശ്നം? ആയിക്കോട്ടെ മമ്മി, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ദൈവം നമ്മളെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന 4 പെൺമക്കളെ കിട്ടിയില്ലേ, അത് മാത്രം മതി. അയ്യോ, ഇതെന്താ പ്രമി സെക്കൻഡ് വേവ് കൊറോണ വന്ന പോലെ മാറി നിൽക്കുന്നേ? ഒരു അടി തന്നാലുണ്ടല്ലോ. അയ്യോ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആദ്യം അത് മോളെ, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നീ വിചാരിക്കുന്ന പോലെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതാദ്യമായിട്ടാ ചേട്ടൻ ഒരു കാര്യം പറയുന്നതിന് ഇത്ര കൺഫ്യൂസ് ആവുന്നത്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ വലിയൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് മനസ്സിലാകുന്നത് പോലെ പറയൂ. ഇവളെന്തിനെങ്ങനെ വാശി കാണിക്കുന്നേ? അതെന്താന്ന് ഞാൻ പറയാതെയാ. ഇപ്പൊ 2 വീട്ടിലാണല്ലോ, ആ ദൂരം ഒന്ന് കുറയണമെന്നാ പറഞ്ഞത്. അമ്മൂനെ ഇങ്ങനെ മാറ്റി നിർത്താൻ ഒട്ടും പറ്റുന്നില്ല, വേഗം കല്യാണം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാ പറഞ്ഞേ. ഇതൊക്കെ നിന്നോട് പറയാൻ വേദാന്തിന് നല്ല നാണമുണ്ട്, അതാ. അങ്ങനെയാണോ? ഞാനിത് വിശ്വസിക്കണോ അല്ലേ? സിദ്ധാർത്ഥനോട് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും ഞാൻ അത് ഒരിക്കലും വിശ്വസിക്കില്ല. ഹലോ, ഞങ്ങള് ഭർത്താക്കന്മാര് സംസാരിക്കുന്നതിനിടയിൽ നീ എന്തിനാ വന്നേ? അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നീ വെറുതെ CBI കളിക്കാൻ നിൽക്കാതെ ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക്. ഭാര്യമാരെ കുറിച്ചല്ലേ നിങ്ങൾ സംസാരിച്ചത്? ഞാൻ നിന്റെ ഭാര്യയല്ലേ സിദ്ധാർത്ഥ്? അതിന് നീ എന്തിനിങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? എന്നോട് ഒരുപാട് ഭർത്താവ് കളിക്കാൻ വരല്ലേ. നീ റൂമിലേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. താങ്ക് യു സോ മച്ച് സിദ്ധാർത്ഥ്. പക്ഷെ റൂമിൽ തന്നെ അവള് വെച്ചേക്കോ? ഹേയ്, അതൊന്നും കാര്യാക്കണ്ട, അതൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഡോൺ വറി. എവിടെ നിന്റെ ഫോൺ എടുത്ത് CCTV ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വേദാന്ത്, ഇത് ഉറപ്പായിട്ട് അവള് തന്നെയാ. ഫേസ് ക്ലിയർ ആവുന്നില്ല, പക്ഷെ ഇത് അവള് തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാ. വെയിറ്റ്, വേറൊരു ക്യാമറ ഉണ്ട്, അതിന്റെ CCTV ഫുട്ടേജ് നോക്കാം. ഇതല്ലേ? എന്താ ഇവിടെ അളിയനും കൂടി എന്ത് വീഡിയോ കാണുന്നത്? ആ മൊബൈലിൽ അത്രയ്ക്ക് എന്തോ ഉള്ളേ? എവിടെ? ഇത് ഞാനും കാണും. വാട്ട്? നിങ്ങൾ രണ്ടുപേരും ഇത്രത്തോളം ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടോണ്ടിരുന്നത് ഈ ഫോട്ടോ ആയിരുന്നോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്താടാ ഈ ഫോട്ടോക്ക് എന്താ കുഴപ്പം? നിങ്ങൾ ആ ഫോട്ടോ നോക്കുമല്ലായിരുന്നു, വേറെ എന്തോ കാര്യമായിട്ട് പറയായിരുന്നു. ഏയ് ചേച്ചേ, ഞങ്ങൾ അങ്ങനൊന്നും സംസാരിച്ചില്ലേ. വിക്രാന്ത്, നീ ഇങ്ങനെ പുറകെ നടന്ന് കുട്ടികളി കളിക്കാതെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? വല്ലതും നീ ചെയ്യുന്നുണ്ടോ? ഓഫീസിലെ കാര്യങ്ങളോ? എപ്പോഴാ പറഞ്ഞേട്ടാ? നിനക്ക് പറഞ്ഞ പോലെ ഓർമ്മയില്ല അല്ലേ? വെറുതെ ഇരുന്ന് സമയം കളയല്ലേ? പറയുന്നൊക്കെ അനുസരിച്ച നിനക്ക് എന്താ പ്രശ്നം വിക്രാന്ത്?
ഒരു മീറ്റിംഗിന്റെ കാര്യം ഓഫീസിൽ വിളിച്ച് പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ വിക്രാന്ത്? ഓ, ആ കാര്യമായിരുന്നല്ലേ. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ തീർത്തില്ല ഏട്ടാ. നോ ടെൻഷൻ. അതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്തോ? ഇനിയിപ്പോ എന്ത് പറഞ്ഞാ ഈ ചെക്കനൊന്ന് ഒഴിവാക്ക? എന്താ വിക്കളിയ, അത് മാത്രം ചെയ്ത് പണി എളുപ്പാക്കാന്ന് വിചാരിച്ചല്ലേ? ബാക്കി കാര്യങ്ങളും ഫോളോ ചെയ്യണ്ടേ? എൻഗേജ്മെന്റ് കുറപ്പിച്ച സ്ഥിതിക്ക് വേദാന്തരം ടെൻഷൻ കാണില്ലേ? അപ്പൊ ഓഫീസിലെ കാര്യങ്ങളൊക്കെ വിക്കിക്ക് ഹാൻഡിൽ ചെയ്തൂടെ? യെസ് അളിയ, യു ആർ റൈറ്റ്. അതെല്ലാം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാം. ചേട്ടാ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഓഫീസിൽ ഒരു പ്രശ്നമില്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. ബൈ. അങ്ങോട്ട് എന്തിനാ ഇങ്ങോട്ട് പോവും? ഡ്രസ് മാറ്റണ്ടേ? ശരി പോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നടന്നോടെ വരും. സിദ്ധാർത്ഥ്, ഇത് അഹല്യ തന്നെയാ. അവളുടെ കയ്യിൽ ആ ടാറ്റു ഉണ്ട്. ഇവളിപ്പോ എന്തിനാ തിരിച്ചു വന്നത്? എല്ലാം അവസാനിച്ചു എന്ന് വെച്ച് ഞാൻ എല്ലാം മറന്നതല്ലേ? വീണ്ടും എല്ലാം പൊടി തട്ടിയെടുക്കാൻ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അമ്മുവിന്റെ എൻഗേജ്മെന്റ് ഫിക്സ് ആയത് അവൾ എന്ത് തന്നെയായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും അവളുടെ വരവിന്റെ ഉദ്ദേശം. എന്തിനായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്ത, ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരാളെ ഞാനിപ്പോ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവളുടെ ചിന്ത മാത്രം മനസ്സിൽ. Damn it. അമൂല്യ, എഴുന്നേക്ക്. ആർ യു ഓക്കേ? ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ എന്താ സൂപ്പർ വുമൺ ആണോ? നോക്കി, നല്ല രീതിക്ക് കിട്ടി. അയ്യോ, വേദനിക്കുന്നുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ട, ഇത് 2-3 ദിവസം കഴിയുമ്പോ ശരിയാവും. പക്ഷെ എന്റെ പാവ റാണി, അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്തോ. നിന്റെ ഒരു കാര്യം, വാ ഇങ്ങോട്ട് വാ. എന്റെ കൈ വേദനിക്കുന്നു. വേദനിക്കുന്നേ. മിണ്ടല്ലേ. അയ്യോ, എനിക്ക് ഇവിടെ വേദനിക്കുന്നു. നിൽക്ക്. എക്സ്ക്യൂസ് മീ, ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ടേ. ആദ്യം മുറിവുള്ളിടത്തെ ക്ലീൻ ചെയ്യാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവില്ലേ? വേദനിക്കുന്നു പറഞ്ഞ് കാറിയിട്ട് കാര്യമില്ല. റൗഡി ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയ്ക്ക് ധൈര്യമുള്ളൂ നിനക്ക്? റൗഡി ബേബിക്ക് വേദനിക്കില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞത്? റൗഡി ബേബി ആണെങ്കിൽ ഞാനും മനുഷ്യനല്ലേ. എനിക്ക് വേദനയും വിഷമവും സ്നേഹവും കരച്ചിലും എല്ലാം തോന്നാറുണ്ട്. അയ്യോ, കുറച്ചിരുന്ന് നിന്റെ വായൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോ? ഇത് പിടിക്ക്, ക്ലീൻ ചെയ്യേ. ഞാൻ ഇപ്പൊ വരാട്ടോ.
കണ്ണു കാണാത്തവരൊക്കെ എന്തിനാ കാർ എടുത്ത് ഇറങ്ങുന്നേ? അറിയാതെ പറ്റിപ്പോയതാണെങ്കിൽ പുറത്തിറങ്ങി വന്ന് എന്താ പറ്റിയെന്നെങ്കിലും ചോദിക്കണ്ടേ? ഇത് ഹിറ്റ് ആൻഡ് റണ്ണ. എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. പോട്ടെ, സാരമില്ല. ഇനി അതും പറഞ്ഞോണ്ടിരിക്കണ്ട. ചേട്ടാ 2 കോഫി എടുത്തോ. അല്ല കഴുതേ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? പതുക്കെ വെക്ക്. അത് ചോദിക്കണ്ട ഞാനാ. നീ എന്താ ഈ സമയത്ത് ആ കാറിന്റെ പിന്നാലെ ഇങ്ങനെ ഓടി വന്നത്? ഇവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ എനിക്കിപ്പോ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവള് വിശ്വസിക്കോ? ഇവക്കിത് മനസ്സിലാവും തോന്നുന്നില്ല. ഇനിയിപ്പോ സത്യം പറയാന്ന് വെച്ചാ അത് ഞങ്ങൾക്കിടയിൽ നാളെ ഒരു പ്രശ്നമായാലോ. അതുകൊണ്ടിപ്പോ സത്യം പറയണ്ട. ഹലോ, കണ്ണും തുറന്നു പിടിച്ച് സ്വപ്നം കാണുവാണോ? ഞാനൊരു കാര്യം ചോദിച്ചു. ആ കാറിന്റെ പിന്നാലെ നീ എന്തിനാ ഓടിയത്? അതിന് ആൻസർ പറയുന്നതിന് പകരം നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? അത് ആ കോഫി ചേട്ടാ, കോഫി എടുത്തോ. ഇന്നാ കോഫി കുടിക്കേ. കോഫിയാണോ ഞാൻ ചോദിച്ചേ? അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇതാ നോക്ക്, ഇത് കൊച്ചിയിൽ കിട്ടുന്ന സ്പെഷ്യൽ കോഫിയാ. ഈ കടയാണ് ഇവിടുത്തെ ഫേമസ് കട. കുടിക്ക്, വേഗം കുടിക്ക്. പറയുന്നുണ്ടോ അതോ ഇത് തലയിൽ ഒഴിക്കണം? അത് ഞാൻ ഏത് കാരണം ഫോളോ ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ഏത് കാരണം ഫോളോ ചെയ്യാനാ? ഞാന് ജോഗിങ്ങിന് ഇറങ്ങിയതാ. എന്ത് ജോഗിങ്ങോ? അതോ ഈ സമയത്ത്? അത് ഇന്നലെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നില്ലേ, അപ്പൊ ലേറ്റ് ആയതുകൊണ്ട് ജോഗിങ് നടന്നില്ല. കാർഡിയോ മിസ്സായി പോയി. അതാ ഇപ്പൊ ഓടിയത്. നീ പറയുന്ന കഥയും ഒട്ടും മാച്ച് ചെയ്യുന്നതേ ഇല്ല. അതൊക്കെ പോട്ടെ, നീ ഈ സമയത്ത് ആ പാട്ട വണ്ടിയിൽ എങ്ങോട്ട് സവാരിക്ക് ഇറങ്ങിയതാ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്നെ കാണാൻ വേണ്ടിയോ? എന്താ കാര്യം? ഹലോ, എൻഗേജ്മെന്റ് ഫിക്സ് ആയ ഞാൻ നിന്റെ പെണ്ണാണെന്ന് ഗ്യാരണ്ടി കിട്ടിയല്ലോ. അപ്പൊ നിനക്ക് എന്നോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു അല്ലേ? നോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിച്ചത് എന്താ, നീ പറയുന്നത് എന്താ? ഈ സമയത്ത് എന്താ കാണാൻ വന്നെന്ന് പറ. നിന്നെ കാണാൻ വരാൻ എനിക്ക് എന്തെങ്കിലും കാരണം വേണോ? നീ എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡാ. നിനക്ക് തോന്നുമ്പോഴൊക്കെ എന്റെ വീട്ടിലേക്ക് വരാം, എനിക്ക് കാണാൻ വന്നൂടെ? നീ എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വന്നിരുന്നപ്പോ ഞാൻ ഇതുപോലെ നിന്നെ ചോദ്യം ചെയ്തിരുന്നോ? എടി കഴുതേ, എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നേ. ഒന്ന് മെല്ലെ പറ. കണ്ടോ, ഈ പേടി എന്നും ഉണ്ടാവണം. അതൊന്നുമല്ല, നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചത്, അത്രേ ഉള്ളൂ. ശരി, ഞാൻ വന്നത് നിന്റെ മോതിരത്തിന്റെ അളവറിയാനാ. എന്റെ മോതിരത്തിന്റെ അളവ് നിനക്കെന്തിനാ? എന്റെ പൊന്നു മോനെ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നാളെ കഴിഞ്ഞ നിശ്ചയത്തിന് ഞാൻ നിനക്ക് മോതിരം ഇടണ്ടേ? അതിനു വേണ്ടിയാ. നീ എന്നോട് ഒന്നും മറച്ചു വെക്കുന്നില്ലല്ലോ അല്ലേ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ചോദിച്ചതിന് ആദ്യം ഉത്തരം പറ. നിനക്കെന്നെ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ എന്താ, എന്റെ റിങ്ങിന്റെ സൈസ് വേണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ, അത് മാത്രം മതി. എന്തായി ചെയ്യുന്നേ? ആകെ എനിക്ക് 4 മുടിയുള്ളൂ, അത് നശിപ്പിക്കോ നീ? നീ എന്തിനാ മുടിയെടുത്ത് വിരലി ചുറ്റുന്നേ? റിംഗ് സൈസ് വേണമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് എന്റെ റിംഗ് സൈസ്. സൂക്ഷിച്ച് കൊണ്ടുപോയിക്കോ. കൊള്ളാലോ, ഈ രീതിയിൽ റിംഗ് സൈസ് ഒക്കെ എടുക്കാൻ പറ്റുമോ? ഇത് നാട്ടുകാർ കണ്ടാലേ തലയിൽ പിന്നെ ഒരു മുടി ഉണ്ടാവില്ല. ഇത് എന്റെ സ്റ്റൈലാ, ഇനി ഇത് വൈറലാവും. നീ സൂക്ഷിച്ചുകൊണ്ടോവേ. എന്തൊക്കെ സഹിക്കണം ഞാൻ, എന്റെ ഒരു വിധി. നിന്നോട് സംസാരിച്ചു എന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അച്ഛനും അമ്മ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. എടി ഒന്ന് നിക്ക്, കൈ വയ്യാതിരിക്കല്ലേ, ഞാൻ കൂടെ വരാം. പതുക്കെ എന്റെ റാണി, അല്ലെങ്കിൽ തന്നെ നല്ല ഇടി കിട്ടി. അതെ, നല്ല പാവാ നിന്റെ റാണി. കേറിയിരിക്കെ, ഇനി എപ്പോ എത്താനാണാവോ? എന്തൊക്കെയാണെങ്കിലും നിനക്ക് ഈ വണ്ടി സ്യൂട്ട് ആവുന്നില്ല. എനിക്ക് സ്യൂട്ട് ആയില്ലെങ്കിലും സാരമില്ല, നിന്നെ ഒന്ന് വീട്ടിലെത്തിച്ചാ മതി. നോക്ക് എത്ര പെട്ടെന്ന് സ്റ്റാർട്ടായിന്ന്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ടേക്ക് കെയർ. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നേ? അകത്ത് കയറി സംസാരിച്ചിട്ട് പോയിക്കോ. അയ്യോ വേണ്ടേ, എൻഗേജ്മെന്റ് കഴിയുന്നവരെ ഞാൻ നിന്റെ വീടിന്റെ പടി ചവിട്ടില്ല. ഇത്ര വരെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ അമ്മയ്ക്ക് പിന്നെ ദേഷ്യം കൂടും. അങ്ങനെ ഒരു
പ്രശ്നമില്ല. ഈ രാത്രി എന്നെ ഒറ്റയ്ക്ക് വിടാതെ എന്നെ സേഫ്റ്റി ആയിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ? ഇത്രയും നല്ലൊരു പയ്യനെ കിട്ടിയതിന് എല്ലാവരും സന്തോഷിക്കും. നീ എന്ത് പറഞ്ഞാലും ഞാൻ അകത്തേക്ക് വരില്ല അമൂല്യ. ഇപ്പൊ ഓൾറെഡി ലേറ്റ് ആയി, എല്ലാവരും കടന്നിട്ടുണ്ടാവും. ചുമ്മാ ഞാൻ എന്തിനാ വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ നടന്നു പോയിക്കോളാം, നീ കിടന്നുറങ്ങിക്കോ. നടന്നു പോകുന്ന എന്തിനാ? നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ റാണിയിലല്ലേ? അത് ശരിയല്ലേ? നിക്ക്, ഞാൻ റാണി എടുത്ത് നിന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയാലോ? വാവ്, സൂപ്പർ ഐഡിയ. നീ എന്നെ ഡ്രോപ്പ് ചെയ്യണം, തിരിച്ച് ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. രാവിലെ വരെ ഡ്രോപ്പ് ചെയ്തങ്ങ് കളിക്കാം. അടിപൊളിയായിരിക്കും, ഞാൻ റെഡിയാ. പക്ഷെ ഞാൻ റെഡിയല്ല. അതെന്താ? എന്റെ കൂടെ ബൈക്കിലിരിക്കാൻ ഇഷ്ടമല്ലേ? നിന്റെ കൂടെ ലൈഫ് ലോങ് ഇരിക്കാൻ പോകുന്ന ആളല്ലേ ഞാൻ. അങ്ങനെയുള്ളപ്പോ ഒരു രാത്രി ബൈക്കിലിരിക്കാൻ എന്താ എത്ര പ്രശ്നം? പിന്നെന്തിനാ പറ്റില്ല എന്ന് പറഞ്ഞേ? നിന്റെ റാണിയെ രാവിലെ വരെ ഓടിക്കുകയാണെങ്കിലേ നാളെ നിന്റെ റാണിയെ ഗാരേജിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഹലോ ബോസ്, എന്റെ റാണിയെ കൂടുതൽ കളിയാക്കാൻ വരില്ലേ? എനിക്ക് എന്റെ ആദിത്യ അഞ്ജുവിനെ പോലെ കൂടപ്പുറപ്പ് തന്നെ ഇത്. എനിക്ക് ഇതാണ് ബെൻസ്, ഇതാണ് BMW, എന്റെ എല്ലാം ഇതാ. ആയിക്കോട്ടെ പൊന്നെ, സോറി. നിന്റെ റാണി ഏതായാലും അടുത്ത ആയുധ പൂജയ്ക്ക് ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ഗുഡ് ബോയ്. ആൺകുട്ടികളായ ഇങ്ങനെ പേടിക്കണം. ശരി മാഡം. മാഡം അകത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ശരി, ബൈ, ഗുഡ് നൈറ്റ്. അമൂല്യ, എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ആയിട്ടേ എങ്ങനെയാണോ ഗുഡ് നൈറ്റ് പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയണ്ടേ? എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ അമ്മ. അയ്യോ. നീയോ? ഇപ്പോഴല്ലേ നീ ഇവിടുന്ന് ഓടിയത്? എന്നിട്ട് തന്നെ തിരിച്ചു വന്നേ? പറയാൻ വന്ന കാര്യം കംപ്ലീറ്റ് ആയില്ലല്ലോ, അതുകൊണ്ടാ വന്നേ. എന്താ നീ ചെയ്യുന്നേ? മനസ്സിലായില്ലേ? ഒന്നുകൂടെ മനസ്സിലാക്കി തരാം, വാ. പെൺകുട്ടികളെ ഇഷ്ടമല്ലാത്ത ഒരാള് ഒരു പെണ്ണിന്റെ പെർമിഷൻ ഇല്ലാതെ അവളുടെ കയ്യിൽ കിസ് ചെയ്ത് എന്ത് തെറ്റാണെന്ന് അറിയോ? ഞാൻ എന്റെ പെണ്ണിനെ കിസ് ചെയ്യുന്നതിന് പെർമിഷൻ ഒക്കെ എന്തിനാ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. ഹായ് അമ്മേ, സുഖമായിട്ടിരിക്കുന്നോ? ഒന്നുമില്ല, ലേറ്റ് ആയി പോയില്ലേ, അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. അമ്മേ, അത് പിന്നെ എനിക്ക് അത് പിന്നെ വണ്ടിയില് അല്ല, ഫുൾ ടൈം ഓഫീസ് വീട് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു പാവം ചെറുക്കനാവും. ഇപ്പൊ എന്റെ കൂടെ കൂടി എന്റെ സ്റ്റൈലൊക്കെ കോപ്പി ചെയ്ത് എന്നെ തന്നെ പേടിപ്പിക്കാൻ കൂടെ നടക്കുക. ഡിസ്കസ്റ്റിംഗ്. അയ്യോ, ഇപ്പൊ ഞാൻ അവന്റെ സ്റ്റൈല് കോപ്പി ചെയ്യുന്നത്. കഷ്ടം. എല്ലാം ശരിയാ, പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മറന്നില്ലേ? അയ്യോ, എന്താ മറന്നേ? വേദാന്തിന്റെ മോതിരത്തിന്റെ സൈസ് കിട്ടാതെ എങ്ങനെ മോതിരം വാങ്ങും? നിങ്ങൾ ചോദിച്ചത് ശരിയാണല്ലോ. ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചല്ലേ, അതൊക്കെ ഞാൻ സമയത്തിന് ചെയ്യാം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്നിട്ടിപ്പോ അത് തന്നെ മറന്നല്ലേ? രാവിലെ ഓർത്ത് തന്നേ, പിന്നെ ആ കാര്യം അങ്ങ് മറന്നുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛാ, ഇത് പിടിക്ക. ഇതാ അളവ്. എന്താ അമ്മു, നിനക്ക് തീരെ ബുദ്ധി ഇല്ലാതായല്ലോ. തലമുടി എന്തിനാ ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നത്? അത് ശരിയല്ല. അത് മാത്രല്ല, അച്ഛന്റെ കയ്യിലാണോ കൊടുക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? അമ്മേ, ഇത് തലയിലെ മുടിയാ, അല്ലാതെ വേസ്റ്റ് മുടിയൊന്നും അല്ല. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവും. ഇതുകൊണ്ട് എന്തുപയോഗം ഉണ്ടാകാനാ? ഇത് വേദാന്തിന്റെ റിംഗ് സൈസാ. അല്ല, എന്താ മോളെ ഇത്? മോതിരത്തിന്റെ സൈസ് ഇങ്ങനെയാണ് തന്നത്? ഞാൻ പെട്ടെന്ന് മോതിരത്തിന്റെ സൈസ് ചോദിച്ചപ്പോ വേറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എങ്ങനെ തന്നെ. വേദാന്ത് നമ്മൾ വിചാരിച്ച പോലത്തെ ആളല്ല. നമ്മുടെ മുടി എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് വേദാന്ത് പ്രൂവ് ചെയ്തില്ലേ? എങ്ങനെയുണ്ട് ഐഡിയ? മതി മതി,
ഇതിനു വേണ്ടിയാണോ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ അമ്മേ, റിംഗ് സൈസ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു തന്നെ എന്നെ ഇന്നലെ പറഞ്ഞു വിട്ടത്. കാര്യങ്ങൾ കുറച്ച് ഈസി ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ആഹാ, ദാഹിക്കുമ്പോ നീ ജ്യൂസ് അല്ലാതെ ഗ്രീസ് എടുത്ത് കുടിക്കോ? ബുദ്ധിയില്ലാത്തവള്. ഏയ്, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവൾ ഇന്നലെ പോയതേ മോതിരത്തിന്റെ സൈസ് എടുക്കാനല്ല. ഇവൾക്കേ ഇവളുടെ ഭാവി ഭർത്താവിനോട് സംസാരിക്കാൻ തോന്നിട്ടാ. അതുമാത്രമല്ല, അവളുടെ ഭാഗ്യത്തിന് അതേ സമയത്താ ദൈവത്തിനെ പോലെ അമ്മ വന്ന് മോതിരത്തിന്റെ സൈസ് ചോദിച്ചത്. ഒരു ചെറിയ പൂ ചോദിച്ചപ്പോ ഒരു വലിയ പൂന്തോട്ടം തന്നെ കിട്ടിയതുപോലെ. കിട്ടിയ ചാൻസ് കൊണ്ട് അവളെ എസ്കേപ്പ് ആയതാ. ഓ, ഇതായിരുന്നോ കാര്യം? എന്താ അമ്മ ഇത്? ഇവള് പറയുന്ന പൊട്ടത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കാണോ? ഈ തീറ്റപ്പണ്ടാരം പറയുന്നത് ഒന്നും വിശ്വസിക്കരുത്. വിശ്വസിച്ചേ പറ്റൂ, കാരണം ഞാൻ പറഞ്ഞത് സത്യമാ.